നമ്മളിപ്പോൾ ഉള്ളത് കല്ലടിക്കോട് മലവാരത്തിലാണ്. സാക്ഷാൽ കരിനീലി അമ്മയും കുട്ടിച്ചാത്തന്മാരും പടിമാന മക്കളുമൊക്കെ പെറ്റ് വീണ ഈ പുണ്യ പൂങ്കാവനത്തിൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ഗുരു മുത്തപ്പന്മാർ കല്ലടിക്കോട് മലബാരത്തിലേറിയിട്ട് നല്ല പഠിപ്പ് കരിനീലി അമ്മയും കുട്ടിച്ചാത്തന്മാരെയൊക്കെ പഠിച്ചു വന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ മലബാരം ഏറി ഒന്ന് കാണണം, അവിടെ ഇരുന്ന് നമുക്ക് കുറച്ചു നേരം ധ്യാനിക്കണം, അല്ലെങ്കിൽ പൂർവിക രീതിയിൽ പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. കാരണം നമ്മുടെ അച്ഛനോ പൂർവികർക്കോ ചിലപ്പോൾ നമുക്കിതൊന്നും പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതെങ്ങനെയെന്ന് അറിഞ്ഞ് ആചരിച്ചു പോകണം. സ്വന്തം സമ്പ്രദായത്തിലും സംസ്കാരത്തിലുമൊക്കെ ആചരിച്ചു പോകണം, നമ്മുടെ കാവും പതിയൊക്കെ ആചരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതേവിധം പഠിക്കാനും ആചരിക്കാനുള്ള ഒരു സങ്കേതമായി പുനഃസൃഷ്ടിക്കപ്പെടുകയാണ് ഈ കല്ലടിക്കോട് മലബാരം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, പണ്ടേ മലബാരത്തിൽ ജാതി മത ലിംഗഭേദമൊന്നുമില്ല, ആർക്കും ഏറി പഠിക്കാം. അപ്പോൾ പൂർവീക രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരായാലും ശരി, അവർക്ക് നമ്മുടെ ഈ ഒരു ആശ്രമത്തിൽ ബന്ധപ്പെടാം. കല്ലടിക്കോട് മലബാരത്തിൽ വന്ന് പഠിക്കാം. അവനവൻ്റെ കാവും പതിയൊക്കെ പരമ്പരാഗത രീതിയിൽ സ്വന്തം കുടുംബത്തിനും അവിടെ വരുന്നവർക്കും ഒരു ആശ്രയമായിക്കൊണ്ട്, അഭയകേന്ദ്രമായിക്കൊണ്ട് സമ്പ്രദായം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് പഠിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഫീസോ ഒന്നുമില്ല. അവർക്ക് അവരുടെ വീട്ടിൽ പൂർവികർ കുടിവെച്ച് ആചരിക്കുന്ന ആ ഒരു ആചരണം തുടർന്നു പോകുന്നുള്ള അറിവുകൾ ഇവിടുന്ന് ലഭിക്കാൻ പ്രത്യേകിച്ച് ഒരു നിബന്ധനകളുമില്ല. അറിയാനുള്ള ആഗ്രഹമാണ്. അതല്ല, സ്വന്തം വീട്ടിൽ ഇവിടുന്നൊരു ഇവിടുന്നൊരു ശകലം കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഇവിടുന്ന് ഒരു ഉപദേശം സ്വീകരിച്ച് അതവിടെ വെച്ച് ആചരിക്കണം എന്നുള്ളവർക്കും ഫീസോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല, അങ്ങനെ പഠിക്കാവുന്നതാണ്. എന്നാൽ പൗരോഹിത്യം ഏറ്റെടുത്തുകൊണ്ട് മലബാര സമ്പ്രദായത്തിൽ വിവിധങ്ങളായിരിക്കുന്ന കർമ്മങ്ങളുണ്ട്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഗുണങ്ങളെ പറയുകയാണെങ്കിൽ സാത്വിക, രാജസിക, താമസിക ഭാവത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ഉണ്ട്. പലപ്പോഴും അത്തരം തേടി വരുന്ന ആളുകൾക്ക് ആശ്രയമാവാറും മലബാര കേന്ദ്രമാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് ഒന്നും നടക്കാതെ വരിക മലബാര സംഗീതത്തിലാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു കേന്ദ്രമായി മാറണം, അത്തരത്തിലുള്ളൊരു കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു അപ്ലൈഡ് തന്ത്രയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും കരുതുന്നത് ഒരു വരുമാനം അല്ലെങ്കിൽ അതിലൊരു ദക്ഷിണയൊക്കെ കരുതുന്നുണ്ടായിരിക്കും. അത്തരത്തിലൊരു കാര്യമായിട്ട് ഒരു പൗരോഹിത്യത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ തുച്ഛമായ ഫീസും മറ്റുള്ളതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആശ്രമത്തിൽ ബന്ധപ്പെട്ട് ചോദിക്കാം. അതല്ല, ഏറ്റവും കൂടുതൽ ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ സമ്പ്രദായത്തെ നിലനിൽക്കുക, അത് എല്ലാ തറവാടുകളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കുക, എല്ലാവരും ഈ സംസ്കൃതിയിൽ നിലനിൽക്കുക, പരദർശനത്തിലേക്ക് ചേക്കേറേണ്ട ഒരു സാഹചര്യം ഇല്ലാതെ സ്വധർമ്മത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ്. പരദർശനം നിന്ദ ചെയ്യുകയല്ല, പരദർശനങ്ങളെ ആദരിച്ചു കൊണ്ട് തന്നെ സ്വധർമ്മത്തിലും സ്വദർശനത്തിൽ നിലനിർത്തുക എന്നാണ് അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ മലബാരത്തിലെ ഈ ആദിമാർഗ മലബാര കല്ലടിക്കോട് ആദിമാർഗ മലബാര പഠന സങ്കേതത്തിൽ, പാഠ്യസങ്കേതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കരിനീലി അമ്മയും കുട്ടിച്ചാത്തമ്മയും ചില പടിമാന മക്കളെയും പഠിക്കാം. ഇതിൻ്റെ കർമ്മപദ്ധതികൾ പഠിക്കാം, ഇതിൻ്റെ തത്വജ്ഞാനം പഠിക്കാം, ഇതിൻ്റെ ധ്യാന, യോഗയൊക്കെ ഇല്ലയെന്ന് കരുതും. യോഗ എന്നുള്ള വാക്ക് സംസ്കൃതമാണെന്നേ ഉള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇപ്പോൾ കളരിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്കക്കരി നാഗങ്ങളെ, ഇതിൻ്റെ ചാത്തന്മാരെ എന്നൊക്കെ വിളിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം തന്നെ ഈ മലബാര സംഗീതത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിശാലമായ ഒരു ആദിതന്ത്ര പദ്ധതിയാണ് മലബാര സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ ഒരിക്കൽ കൂടി എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കായി പൂർവീക വിധാനത്തോട് കൂടിയിട്ട് തന്നെ മലബാരം ഒരുങ്ങിക്കഴിഞ്ഞു. കല്ലടിക്കോട് മലബാരത്തിൽ കരിനീലി അമ്മയും കുട്ടിച്ചാത്തന്മാരും മക്കളെ കാത്തിരിക്കുകയാണ്.